വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം യുദ്ധം തകർത്ത റഷ്യയുടെ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നേറിയ നാവുകൾ പാടി ലോകവിപ്ലവം വിജയിക്കട്ടെ. പണിയെടുത്തു പൊട്ടിയ കൈപ്പത്തികൾ ദന്തഗോപുരങ്ങളിലേക്ക് മുറുകിയുയർന്നു. നൂറ്റാണ്ടുകൾ നീണ്ട ചൂഷണത്തിന് അറുതി വരുത്താൻ അരവയർ മുറുക്കിയ തൊഴിലാളി വർഗം അന്ത്യവിപ്ലവത്തിനൊരുങ്ങി. ഫെബ്രുവരി വിപ്ലവം എന്ന് ചരിത്രമടയാളപ്പെടുത്തിയ തൊഴിലാളി സമരത്തിന് ലോകം ചുവപ്പൻ പരവതാനി വിരിച്ച ആ ദിനം ഇന്നാണ്. ജൂലിയൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരി 27, ജോർജിയൻ കലണ്ടർ പ്രകാരം മാർച്ച് 12. സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് പെട്രോഗാഡിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാർച്ചായിരുന്നു തുടക്കം. സമാധാനപരമായി ആരംഭിച്ച മാർച്ച് പെട്ടെന്നാണ് രൂപം മാറിയത്. ഒന്നാം ലോകയുദ്ധം സൃഷ്ടിച്ച ദാരിദ്ര്യവും സാമ്പത്തിക തകർച്ചയും സാർ രാജവംശത്തിനെതിരായ ശക്തമായ വികാരവും ഒരു കൂടിച്ചേരലിന് കാത്തിരിക്കുകയായിരുന്നു. പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ സാർ നിക്കോളാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതോടെ റഷ്യൻ തെരുവുകളിൽ വിപ്ലവ കൊടുങ്കാറ്റ് താണ്ഡവമാടി തുടങ്ങി. രണ്ട് നൂറ്റാണ്ട് നീണ്ട സാർ ഭരണത്തിന് നിക്കോളാസ് രണ്ടാമന്റെ പടിയിറക്കത്തോടെ അവസാനം കണ്ടു മാത്രമേ അത് ശമിച്ചുള്ളൂ. എല്ലാ വിപ്ലവങ്ങളും മറ്റൊരു വിപ്ലവത്തിന്റെ തുടക്കമാണെന്ന് ചരിത്രത്തിൽ എഴുതിവെച്ചുകൊണ്ടായിരുന്നു ഫെബ്രുവരി വിപ്ലവം അവസാനിച്ചത് എന്നു മാത്രം. തുടർന്നു വന്ന താൽക്കാലിക ഗവൺമെന്റും വിപ്ലവവഞ്ചകരെന്ന് മുദ്രകുത്തപ്പെട്ടു. സർഭരണകാലത്ത് നാടുകടത്തപ്പെട്ട ലെനിൻ മടങ്ങിവന്നതോടെ പ്രക്ഷോഭം ആരംഭിച്ച ബോൾഷെവിക്കുകൾ ഒക്ടോബർ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നതോടെ ലോകചരിത്രത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി റഷ്യ രേഖപ്പെടുത്തപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.